ഹായ്. മാഗ്നറ്റിക് മെറ്റീരിയൽസിലുള്ള പാരാമാഗ്നറ്റിസം, ഡയാമാഗ്നറ്റിസം, അതേപോലെ തന്നെ ലാംഗെവിൻസ് തിയറി ഓഫ് ഡയാമാഗ്നറ്റിസം ആണ് എൻ്റെ ടോപ്പിക്ക്. നമുക്കറിയാം മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ 5 ടൈപ്പ് ഉണ്ട്, വിച്ച് ആർ ഡയാമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക്, ഫെറോമാഗ്നറ്റിക്, ആൻറ്റി ഫെറോമാഗ്നറ്റിക് ആൻഡ് ഫെറി മാഗ്നറ്റിക് മെറ്റീരിയൽസ്. അതിൽ ഫസ്റ്റ് വണ് ഡയാമാഗ്നറ്റിസം. Diamagnetism: when an atom is placed in a weak magnetic field, the orbital motion of electron gets modified and a weak magnetic moment opposing the field is induced. അപ്പം നമ്മൾ ഒരു ആറ്റത്തിന് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കൊടുത്താൽ എന്താണ്, ഇലക്ട്രോണ് വീക്ക് മാഗ്നറ്റിക് ഫീൽഡിനെ ഓപ്പോസ് ചെയ്തിട്ട് ഒരു ഫീൽഡ് ഇൻഡ്യൂസ് ചെയ്യും. അതിൽ ഈ ഡയാമാഗ്നറ്റിസത്തിൻ്റെ കേസിൽ സസെപ്റ്റിബിലിറ്റി എന്താണ്, നെഗറ്റീവ് വാല്യൂ ആണ്. അതേപോലെ ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റൈസേഷൻ എം ഈസ് ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ഫീൽഡാണ്. സൂപ്പർ കണ്ടക്ടേഴ്സ് ഈസ് എ പെർഫെക്റ്റ് ഡയാമാഗ്നറ്റ് ആണ്. അതേപോലെ റിലേറ്റീവ് പെർമിയബിലിറ്റി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടെമ്പറേച്ചർ. ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസിൻ്റെ എക്സാമ്പിൾസ് ആണ് ഇനേർട്ട് ഗ്യാസസ്, മെറ്റൽസ്, മെർക്കുറി, H2O, ഗ്ലാസ് എക്സെട്ര. ദെൻ രണ്ടാമത് വരുന്നത് പാരാമാഗ്നറ്റിസം ആണ്. വെൻ ആൻ ആറ്റം ആൻഡ് അയോൺ ആർ ആക്റ്റഡ് അപ്പോൺ ഇൻഡിവിജ്വലി വിത്ത് നോ മ്യൂച്വൽ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദം, then the effect is called paramagnetism. The moments line up in the direction of field and enhance the field. ഇവിടെ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് വാല്യൂ ആണ്. Weakly attract line of force decreases with increase in temperature. പാരാമാഗ്നറ്റിസത്തിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ അലൂമിനിയം, പ്ലാറ്റിനം, മാംഗനീസ്, റെയർ എർത്ത് മെറ്റൽസ്, ആൽക്കലി ആൻഡ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ഒക്കെയാണ്. അപ്പം ഇനി നമ്മൾ ഡയാമാഗ്നറ്റിസത്തിൻ്റെ ലാംഗെവിൻസ് തിയറി ഓഫ് ഡയാമാഗ്നറ്റിസത്തിലേക്ക് പോവാണ്. Diamagnetism is the occurrence of negative susceptibility which arises from Lenz's law. ലെൻസസ് ലോ വെച്ചിട്ട് സസെപ്റ്റിബിലിറ്റി നെഗറ്റീവ് ആയ മെറ്റീരിയൽസ് ആണ് എന്ത്, ഡയാമാഗ്നറ്റിസം. അപ്പം ലെൻസസ് ലോ എന്താണ് പറയുന്നത്, വിച്ച് സേസ് ദാറ്റ് വെൻ ദ മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ എൻ ഇലക്ട്രിക് സർക്യൂട്ട് ഈസ് ചേഞ്ച്ഡ്, an induced current is set up in such a direction as to oppose the flux change. അപ്പോൾ ഒരു മാഗ്നറ്റിക് ഫ്ലക്സിന് ഒരു ചേഞ്ച് ഉണ്ടായാൽ അവിടെ എന്താവും, ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ട് സെറ്റപ്പ് ചെയ്യും. ഏത് ഡയറക്ഷനിലാണ്, ഓപ്പോസിങ് ടു ദ ഫ്ലക്സ് ചേഞ്ചിന് ഓപ്പോസിങ് ആയിട്ടുള്ള ഡയറക്ഷനിൽ. In diamagnetic materials, we consider Bohr model of atom in which a central nucleus is surrounded by electrons revolving around it with some frequency omega 0. If an external field is applied, the current changes so as to oppose the change in flux. This change appears as the change in the frequency of revolution of electron. അപ്പം ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മളതിൻ്റെ മാത്തമാറ്റിക്കൽ സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്. കൺസിഡർ ദ ഫോഴ്സ് ഇൻ ആൻ ഇലക്ട്രോൺ ഇൻ എ സർക്കുലർ ഓർബിറ്റ്. സർക്കുലർ ഓർബിറ്റിലുള്ള ഒരു ഇലക്ട്രോണിനെ നമ്മൾ കൺസിഡർ ചെയ്യാണ്. അപ്പം ഇൻ ആബ്സെൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എഫ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, mv²/r ആയിരിക്കും, അതായത് സെൻട്രിപെറ്റൽ ഫോഴ്സ്. ദാറ്റ് ഈസ് അപ്പോൾ mv²/r ഈക്വൽ ടു 1/4πε0 ഇൻറ്റു Q1 Q2/r² എന്ന് എഴുതാം. അപ്പം ഇവിടെ വി എന്ന് പറഞ്ഞാൽ ഒമേഗ ക്രോസ് ആർ ആണ്. അപ്പം ലെഫ്റ്റ് സൈഡിൽ വി എന്നുള്ളിടത്ത് നമ്മൾ ഒമേഗ ക്രോസ് ആർ കൊടുക്കുന്ന സമയത്ത് m⍵² ഈക്വൽ ടു ZE²/4πε0 r² എന്ന് കൊടുക്കാം. ദെൻ നമ്മൾ ഒമേഗ കാണാൻ വേണ്ടിയിട്ട് എമ്മിനെയും ആറിനെയും ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ ω02 ഈക്വൽ ടു ZE²/4πε0 mr³, where E is the charge of electron, Z is the charge of nucleus, m is the mass of electron, r is the radius of circular orbit. ഇവിടെ നമുക്ക് ω02 ആണ്. അപ്പം ഒമേഗ ആവുമ്പം റൂട്ട് ഓഫ് ZE²/4πε0 ഇൻറ്റു mr³ ആവും.
ഇൻ പ്രസൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, നേരത്തെ നമ്മൾ ആബ്സെൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡാണ് പറഞ്ഞത്. ഇൻ പ്രസൻസ് ഓഫ്, ഇനി അടുത്തതായിട്ട് പ്രസൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ബി, ലോറൻസ് ഫോഴ്സ് ഓൺ ഇലക്ട്രോൺ മൂവിങ് വിത്ത് വെലോസിറ്റി വി ഈസ് ഗിവൺ ബൈ എഫ് ഈക്വൽ ടു മൈനസ് ഇ ഇൻറ്റു വി ക്രോസ് പി, ദാറ്റ് ഈസ് ഈക്വൽ ടു വി എന്നുള്ളിടത്ത് ഒമേഗ ക്രോസ് ആർ കൊടുക്കുമ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഇ ഇൻറ്റു ഒമേഗ ക്രോസ് ആർ ഇൻറ്റു ആർ ക്രോസ് ബി. ഇവിടെ നെഗറ്റീവ് സൈൻ ഈസ് ഡ്യൂ ടു നെഗറ്റീവ് ചാർജാണ്. ദെൻ അസ്യൂമിങ് ദ അപ്ലൈഡ് ഫീൽഡ് ബി ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഓർബിറ്റ് ആകുമ്പം തീറ്റ എന്താവും, 90 ആവും, സൈൻ തീറ്റ 1 ആവും. ദാറ്റ് അപ്പോൾ എന്താവും, എഫ് ഈക്വൽ ടു മൈനസ് ഇ ഒമേഗ ആർ ബി ആവും, വെർ ഒമേഗ ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ഇലക്ട്രോൺ ഇൻ പ്രസൻസ് ഓഫ് ഫീൽഡ്. Then equation of force m omega square r equal to z square by 4 pi epsilon 0 r cube minus e r omega b. എല്ലാത്തിനെയും നമ്മൾ ഒരു സൈഡിലേക്ക് കൊണ്ടുപോകുമ്പം എം ഒമേഗ സ്ക്വയർ ആർ പ്ലസ് ഇ ആർ ഒമേഗ ബി മൈനസ് സെഡ് സ്ക്വയർ ബൈ 4 pi epsilon 0 r cube ഈക്വൽ ടു 0. ദെൻ നമ്മൾ ഡിവൈഡ് ചെയ്യാണ് എം ആർ കൊണ്ട്. അപ്പം നമുക്ക് ഒമേഗ സ്ക്വയർ ഈക്വൽ ടു ഇ ഒമേഗ സ്ക്വയർ പ്ലസ് ഇ ആർ ഒമേഗ ബി ഡിവൈഡഡ് ബൈ എം മൈനസ് സെഡ് സ്ക്വയർ ബൈ 4 pi epsilon 0 എം ആർ ക്യൂബ് ഈക്വൽ ടു 0. അത് നമ്മൾ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഒമേഗ സ്ക്വയർ പ്ലസ് ഇ ഒമേഗ ബി ബൈ എം മൈനസ് ഒമേഗ 0 സ്ക്വയർ ഈക്വൽ ടു 0 ആണ്. ഇതെന്താണ്, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. അപ്പോൾ നമ്മൾ ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ കാണാണ്. ഒമേഗ ഈക്വൽ ടു മൈനസ് ഇ ബി ബൈ എം പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ഇ ബി ബൈ എം സ്ക്വയർ പ്ലസ് 4 ഒമേഗ 0 സ്ക്വയർ ബൈ 2, which is equal to plus or minus root of omega 0 square plus EB by 2m square minus EB by 2m. For EB by 2m less than omega 0, omega equal to plus or minus omega minus EB by 2m. That is, the applied magnetic field changes the angular frequency from omega 0 to omega. ഇവിടെ the plus or minus signs means that the electron having orbital moment parallel to the field are slowed down and those whose moment are anti-parallel. അതാണ് പ്ലസ് ഓർ മൈനസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദിസ് ഈസ് കോൾഡ് ലാമർ തിയറം ആൻഡ് ഇ ബി ബൈ 2m is known as ലാമർ ഫ്രീക്വൻസി. The change in frequency will give rise to a change in orbital magnetic dipole moment in a magnetic polarization or magnetization takes place. ഇവിടെ ചേഞ്ച് ഇൻ ഫ്രീക്വൻസി എന്താ, ഒരു മാഗ്നറ്റൈസേഷന് കാരണമാവും. The current for each electron due to the change in EB by 2m is current equal to charge into revolution per unit time ആണ്. That is Q ഇൻറ്റു എഫ് ആണ്. നമുക്ക് Q ഈക്വൽ ടു സെഡ് ഇ ആണ്. അതേപോലെ എഫ് ഈക്വൽ ടു ഒമേഗ ബൈ 2π ആണ്. ദെൻ ഒമേഗ ഈക്വൽ ടു ഇ ബി ബൈ 2m ആണ്. ഇതൊക്കെ നമുക്ക് ആദ്യം അറിയുന്ന കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യാം, ഈ ഐ ഈക്വൽ ടു എന്നുള്ളിടത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഐ ഈക്വൽ ടു സെഡ് ഇ ബൈ 2π ഇൻറ്റു ഇ ബി ബൈ 2m എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് സെഡ് ഇ സ്ക്വയർ ബി ബൈ 4πm. ഇതാണ് നമ്മളുടെ കറണ്ട് ഫോർ ഈച്ച് ഇലക്ട്രോൺ. ദെൻ മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് ദിസ് കറണ്ട് ലൂപ്പ്, മാഗ്നറ്റിക് മൊമെൻറ്റ് മ്യൂ ഈക്വൽ ടു ഐ ഇൻറ്റു ഏരിയ ഓഫ് ലൂപ്പാണ്. അപ്പം നമ്മൾ ലൂപ്പിൻ്റെ റേഡിയസ് നമ്മൾ റോ എന്നാണ് എടുക്കുന്നത്. അപ്പം ഏരിയ എന്ന് പറഞ്ഞാൽ പൈ ആർ സ്ക്വയർ പോലെ പൈ റോ സ്ക്വയർ ആയിരിക്കും. അപ്പം നമ്മളെ മ്യൂ എന്ന് പറഞ്ഞാൽ മൊമെൻറ്റ് മ്യൂ ഈക്വൽ ടു മൈനസ് സെഡ് ഇ സ്ക്വയർ ബി ബൈ 4πm into pi rho square, which is equal to minus z e square b rho square by 4m ആണ്. This negative sign indicates that induced magnetic moment is always opposite to the applied field. അപ്ലൈഡ് ഫീൽഡിന് ഓപ്പോസിറ്റ് ആണ് എന്ത്,
induced magnetic moment, where p is the distance of electron from the field axis if field is applied in z direction. Then rho square equal to x square plus y square ആണ്. അതേപോലെ മീൻ സ്ക്വയർ ഡിസ്റ്റൻസ് ഓഫ് ഇലക്ട്രോൺ ഫ്രം ന്യൂക്ലിയസ് ആർ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ആണ്. സ്പെറിക്കലി സിമെട്രിക് ആറ്റം ആണെങ്കിൽ അതിൽ എക്സ് സ്ക്വയറും വൈ സ്ക്വയറും സെഡ് സ്ക്വയറും ഒക്കെ ഈക്വൽ ആവും. ദെൻ ആർ സ്ക്വയർ ഈക്വൽ ടു 3 ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് കൊടുക്കാം. ആൻഡ് റോ സ്ക്വയർ ഈക്വൽ ടു ഇവിടെ റോ സ്ക്വയർ ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് സ്ക്വയർ. ദെൻ ആർ സ്ക്വയർ ബൈ റോ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3/2 ആണ്. ദെൻ നമ്മൾ മ്യൂവിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മ്യൂ ഈക്വൽ ടു മൈനസ് സെഡ് ഇ സ്ക്വയർ ബി ബൈ 4m ഇൻറ്റു 2/3 ആർ സ്ക്വയർ ആണ്, വിച്ച് ഈസ് മ്യൂ ഈക്വൽ ടു മൈനസ് സെഡ് ഇ സ്ക്വയർ ബി ബൈ 6m ഇൻറ്റു ആർ സ്ക്വയർ. നമുക്ക് n ആറ്റംസ് ഉണ്ടെങ്കിൽ m ഈക്വൽ ടു n ഇൻറ്റു മ്യൂ ആണ്. ദെൻ കൈ ഈക്വൽ ടു m/h ആണ്. സസെപ്റ്റിബിലിറ്റി കൈ ഈക്വൽ ടു m/h ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മ്യൂ n മ്യൂ 0 ബൈ b, വെർ b ഈക്വൽ ടു മ്യൂ 0 h ആണ്. h എന്ന് പറഞ്ഞാൽ b ബൈ മ്യൂ 0 ആണ്. ദെൻ കൈ ഈക്വൽ ടു n ഇൻറ്റു മ്യൂ 0 ബൈ b ഇൻറ്റു z മൈനസ് സെഡ് ഇ സ്ക്വയർ b ബൈ 6m ഇൻറ്റു ആർ സ്ക്വയർ. ദെൻ കൈ ഈക്വൽ ടു മൈനസ് സെഡ് ഇ സ്ക്വയർ n മ്യൂ 0 ബൈ 6m ഇൻറ്റു ആർ സ്ക്വയർ ആണ്. ഇവിടെ സസെപ്റ്റിബിലിറ്റി നെഗറ്റീവ് ആണ്, നെഗറ്റീവ് സൈൻ ആണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് ഇത് ഡയാമാഗ്നറ്റിക് ആണ്. ദിസ് ഈസ് കോൾഡ് ക്ലാസിക്കൽ ലാഞ്ചവിൻസ് റിസൾട്ട്. കൈ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടെമ്പറേച്ചർ ആണ്. ദാറ്റ് ഈസ് ഇലക്ട്രോൺ സ്ട്രക്ചർ ഈസ് ഓൾവേസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടെമ്പറേച്ചർ, സോ ആസ് ദ ഡയാമാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി. അപ്പം ഇതാണ് ഡയാമാഗ്നറ്റിസത്തിൻ്റെ ലാഞ്ചവിൻസ് തിയറി. ഓക്കെ.